Ever tried, ever failed. No matter. Try again, fail better. ഈ വാചകം കേൾക്കാത്തവരായി നമ്മളിൽ ആരും തന്നെ ഉണ്ടാവില്ല. ഗെയിം ഓഫ് ത്രോൺസിലൂടെ ലോകം മുഴുവനുമുള്ള പ്രേക്ഷകരുടെ ഹൃദയങ്ങൾ കീഴടക്കിയ പീറ്റർ ഡിഗ്ലേജിൻ്റെ വാക്കുകളാണിത്. അത് വെറും വാക്കുകളല്ല, ജീവിതത്തോട് പോരാടി ഒരു മനുഷ്യൻ കാച്ചിക്കുറുക്കിയ വാചകങ്ങളാണ്. ഇത് അദ്ദേഹത്തിൻ്റെ കഥയാണ്, ലോകം കീഴടക്കിയ ആ കുള്ളൻ്റെ കഥ. വിങ്സ് ഓഫ് ഫയർ, ലോകത്തെ പ്രചോദിപ്പിച്ച മനുഷ്യരുടെ കഥ. ഒരു ഇൻഷുറൻസ് ഏജന്റിൻ്റെയും ഒരു സംഗീത അധ്യാപകരുടെയും മകനായി ന്യൂജേഴ്സിയിലാണ് പീറ്റർ ജനിക്കുന്നത്. ഒരു കുള്ളനായതിനാൽ ചെറുപ്പം തൊട്ടേ നേരിട്ട അവഗണനകൾക്ക് കണക്കില്ല. ഇത് അവനിലൊരു അപകർഷതാബോധം വളർത്തി. അവൻ ജനിച്ചു വീണത് തന്നെ അക്കൗണ്ട്രോപ്ലാസിയ എന്നൊരു ജനിതക രോഗവുമായിട്ടാണ്. തല മാത്രം സാധാരണ ആളുകളെ പോലെ വളരുകയും എന്നാൽ ശരീരഭാഗം വളരെ പതുക്കെ വളരുകയും ചെയ്യുന്ന ഒരു പ്രത്യേക തരം അവസ്ഥ. തൻ്റെ ബാല്യകൗമാരങ്ങളിൽ സഹോദരനായ ജോനാഥനായിരുന്നു തൻ്റെ ഏറ്റവും വലിയ പ്രചോദനവും താങ്ങുമെന്ന് പീറ്റർ ഡിഗ്ലേജ് തന്നെ പറയുന്നുണ്ട്. ജോനാഥൻ ചെറുപ്പകാലത്ത് തന്നെ നല്ലൊരു വയലിനിസ്റ്റായി മാറി. വലിയ വലിയ പരിപാടികളിൽ വയലിൻ വായിക്കാൻ പോവുകയും ചെയ്തിരുന്നു. പക്ഷേ പൊക്കമില്ലായ്മ കാരണം പിന്നോട്ട് മാറി നിന്നിരുന്ന ഡിഗ്ലേജിനെ അപകർഷതാബോധം വീടിനുള്ളിലേക്ക് പിടിച്ചു നിർത്തിയപ്പോൾ അതിന് സമ്മതിക്കാതെ ജോനാഥൻ അവനെയും കൊണ്ട് യാത്രയാകും. ജോനാഥൻ്റെ പരിപാടികളിലെല്ലാം പങ്കെടുക്കാൻ അവനെ നിർബന്ധിക്കും. ആളുകളുമായി ഇടപഴകാൻ പഠിപ്പിക്കും. വർഷങ്ങൾക്കിപ്പുറം അഭിനയ മികവൻ അവാർഡുകൾ വാങ്ങിക്കൂട്ടുമ്പോൾ പീറ്റർ ഡിഗ്ലേജ് പറയും, ഇപ്പോഴും എൻ്റെ വീട്ടിലെ ഏറ്റവും മികച്ച കലാകാരൻ എൻ്റെ സഹോദരൻ ജോനാഥനാണെന്ന്. ജോനാഥനായിരുന്നു അവൻ്റെ ജീവിതത്തെ മാറ്റിവിട്ടത്. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ കൊച്ചു പീറ്റർ അഭിനയത്തിൽ അതീവ താല്പര്യമുള്ളവനായിരുന്നു. സ്കൂളിലും കോളേജിലുമെല്ലാം കിട്ടിയ അവസരങ്ങളിലെല്ലാം തൻ്റെ അഭിനയ പ്രകടനം കാഴ്ചവെച്ചു. പക്ഷേ അഭിനയം ഒരു കരിയറായി കൊണ്ടുപോകാൻ തീരുമാനിച്ച അദ്ദേഹം നേരിട്ട പ്രതിസന്ധികൾ ചില്ലറയല്ല. കുള്ളനെ ആരാണ് നായകനാക്കാൻ പോകുന്നത്? എന്തിനധികം ഒരു കുള്ളനെ ആർക്കാണ് അഭിനയിപ്പിക്കാൻ താല്പര്യമുള്ളത്? തുടക്കത്തിൽ ആരും പരിഗണിച്ചില്ല. പക്ഷേ ഒന്നിലും തളരാതെ അഭിനേതാവാകും എന്നുറച്ച വിശ്വാസത്തോടെ ന്യൂയോർക്കിൽ തന്നെ തങ്ങി. തോൽക്കാൻ മനസ്സില്ലാത്തവന് ഒരൊറ്റ നാമമുണ്ടെങ്കിൽ ആ നാമത്തിൻ്റെ പേരാണ് പീറ്റർ ഡിഗ്ലേജ് എന്ന് നിസ്സംശയം പറയാം. തുടക്കത്തിൽ കിട്ടിയ കഥാപാത്രങ്ങളിൽ മിക്കതും പീറ്ററിൻ്റെ കുള്ളത്തരത്തെ ഉപയോഗിക്കാൻ മാത്രമുള്ളതായിരുന്നു. കോമാളിയായിരുന്നു അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ പ്രത്യക്ഷപ്പെട്ടത്. അത്തരത്തിലുള്ള റോളുകൾ തനിക്ക് വേണ്ടെന്ന് പീറ്റർ തുറന്നു പറഞ്ഞു. കോമാളിയായ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാൻ തനിക്ക് താല്പര്യമില്ലെന്ന് അദ്ദേഹം നിലപാടെടുത്തു. സിനിമയുടെ ഗ്ലാമർ ലോകത്ത് വിട്ടുവീഴ്ചകൾ ചെയ്യാതെ പിടിച്ചു നിൽക്കാൻ ഏറെ പ്രയാസമായിരുന്നു. പീറ്റർ വേറിട്ടൊരു വഴി വെട്ടിത്തുറക്കുകയായിരുന്നു. 2003 പുറത്തിറങ്ങിയ സ്റ്റേഷൻ ഏജന്റ് എന്ന ചിത്രമാണ് അദ്ദേഹത്തെ ആദ്യം ലോകശ്രദ്ധയിലെത്തിച്ചത്. നിരൂപകരുടെ പ്രശംസ ഏറ്റുവാങ്ങിയ കഥാപാത്രമായിരുന്നു അത്. എന്നാൽ ലോകം മുഴുവൻ ഏറ്റെടുത്ത കഥാപാത്രം വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. രാജാക്കന്മാർക്കും രാജ്ഞിമാർക്കും മന്ത്രവാദിനികൾക്കും ഡ്രാഗണുകൾക്കും ഇടയിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു കൊച്ചു കഥാപാത്രമുണ്ട് ഗെയിം ഓഫ് ത്രോൺസിൽ. കൂർമ്മ ബുദ്ധിശക്തി കൊണ്ടും രസകരമായ സംഭാഷണങ്ങൾ കൊണ്ടും ശക്തമായ ഇടപെടലുകൾ കൊണ്ടും ആരാധകരെ ത്രസിപ്പിക്കുന്ന ടൈറിയൻ ലാൻസ്റ്റർ എന്ന കുള്ളൻ. ലോകം ആകാംക്ഷയോടെ കണ്ടിരുന്ന TV സീരീസ് പീറ്ററിൻ്റെ ജീവിതം മാറ്റിയെഴുതി. ഗെയിം ഓഫ് ത്രോൺസിലേക്ക് ആദ്യം തിരഞ്ഞെടുക്കപ്പെട്ട താരം തന്നെ പീറ്റർ ആയിരുന്നു. ഗെയിം ഓഫ് ത്രോൺസിൻ്റെ ഓരോ സീസണും കഴിയുമ്പോൾ ടൈറിയൻ ലാനിസ്റ്റർ എന്ന പീറ്ററിൻ്റെ കഥാപാത്രം കയ്യടികൾ വാരിക്കൂട്ടി. പരുക്കൻ ശബ്ദം കൊണ്ടും അതിമനോഹരമായ അഭിനയശേഷി കൊണ്ടും ഈ കഥാപാത്രത്തെ പീറ്റർ അനശ്വരമാക്കി. പീറ്റർ നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്: ഇച്ഛാശക്തിയുണ്ടെങ്കിൽ, തോറ്റുകൊടുക്കാതെ ഏതറ്റം വരെയും പോകാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ ഈ ലോകം തന്നെ നിങ്ങളെ തേടി വരും. അതിനൊരു ഉജ്ജ്വല ഉദാഹരണമാണ് പീറ്ററിൻ്റെ ജീവിതം. നമ്മളെ മറ്റുള്ളവർ അംഗീകരിക്കാത്ത പല നിമിഷങ്ങളിലൂടെയും നമ്മൾ ജീവിതത്തിൽ കടന്നുപോകും. നമ്മുടെ സ്വപ്നങ്ങളെയോ നമ്മുടെ ആഗ്രഹങ്ങളെയോ മറ്റുള്ളവർ മനസ്സിലാക്കാതെ പോകുന്ന, ബഹുമാനിക്കാതെ പോകുന്ന നിമിഷങ്ങളുണ്ടാകും. പക്ഷേ നമ്മുടെ സ്വപ്നത്തെ വിലപ്പെട്ടതായി കരുതാൻ നമുക്ക് കഴിയണം. ഇവിടെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പുതിയൊരു യാത്ര തുടങ്ങുന്നത്.